എല്ലാവർക്കും സ്വാഗതം. മാർക്സിയൻ നിരൂപണ രംഗത്ത് പുതിയ സംഭാവനകൾ ചെയ്ത ഒരു കൂട്ടം തത്വചിന്തകരുടെ കേന്ദ്രമായ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. 1920-കളിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന സ്ഥാപനത്തെയാണ് സാങ്കേതികമായി ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് വിളിക്കുന്നത്. നവ മാർക്സിസ്റ്റ് നിരൂപണം, സാമൂഹ്യ ഗവേഷണം, സാമൂഹ്യ തത്വചിന്ത എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ ചിന്തകർ ആവിഷ്കരിച്ചത്. ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തരായ തത്വചിന്തകരാണ് വാൾട്ടർ ബെഞ്ചമിൻ, തിയോഡോർ അഡോണ, ഹൊക്കീമർ, ഹെർബർട്ട് മാർക്സ്, ഹേബർമാസ് തുടങ്ങിയവർ. ഇതിലാദ്യം വാൾട്ടർ ബെഞ്ചമിൻ്റെ സംഭാവനകൾ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദി ഓഥർ ആസ് പ്രൊഡ്യൂസർ. അതായത് മാർക്സിയൻ ചിന്താഗതി പൊതുവെ കലയ്ക്ക് ഉദാത്തത നൽകുന്നതല്ല. അതായത് സമൂഹത്തിൻ്റെ അടിത്തറ മേൽപ്പുര സങ്കല്പത്തിൽ അടിത്തറയിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കവർന്നെടുത്ത് ആസ്വദിക്കുന്ന കലാകാരന്മാരായ മേൽപ്പുരയിലുള്ള ആൾക്കാരായിട്ടാണ് മാർക്സിയൻ സങ്കല്പം പറയുന്നത്. അപ്പോൾ പൊതുവെ മാർക്സിയൻ നിരൂപണ രീതി അനുസരിച്ച് കലാകാരന്മാർക്ക് ഉദാത്ത പദവിയില്ല. അപ്പോൾ അതിന് ഒരു പടി കൂടെ മുന്നോട്ട് വന്നിട്ട് വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നു, ഒരു സവിശേഷ ചരിത്ര സന്ദർഭത്തിലെ ഉൽപാദന ബന്ധങ്ങൾക്കകത്ത് ഒരു കലാവസ്തു നിലനിൽക്കുന്നത് എങ്ങനെ? അപ്പോൾ കലാവസ്തുവിന് ആ പവിത്രതയുണ്ടോ? കലാവസ്തുവിന് ഉദാത്തതയുണ്ടോ? കലാവസ്തുവിന് അനുഭൂതി ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാർക്സിയൻ ചിന്തയുടെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നു, കലാവസ്തുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഉദാത്തതയൊന്നുമില്ല. പകരം കലാവസ്തു ഒരു ഉൽപ്പന്നം തന്നെയാണ്. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. കല എന്നുള്ളത് ഉദാത്തമായ അനുഭൂതി അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്ത ലോകമാണ്. ഇനി ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന ഉപാധികൾ, ഉൽപാദന സാമഗ്രികൾ, ഇത് കലയുടെ മണ്ഡലത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യമായിട്ടാണ് സങ്കല്പിച്ചിരുന്നത്. അതായത് കലയ്ക്കൊരു ഉദാത്ത പദവി കൊടുത്ത് അതിന് അനുഭൂതി ഉണ്ടാകുന്ന ഒരു സെൻട്രൽ ഒരു മണ്ഡലമായി അവബോധ ലോകമായിട്ട് അതിനെ നിലനിർത്തിയിട്ട് അതിന് പുറത്തായിട്ട് അതിന് പുറമേയുള്ള ഭൗതിക യാഥാർത്ഥ്യമായിട്ട് ഉൽപ്പാദനത്തിൻ്റെ ഉപാധികളും ഉൽപ്പാദന ബന്ധങ്ങളെയും സാമഗ്രിയെയും കൽപ്പിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബെഞ്ചമിൻ പറയുന്നത് ഇങ്ങനെയാണ്, കലയ്ക്ക് അങ്ങനെ ഉദാത്ത പദവിയില്ല, പകരം കലയും ഒരു ഉൽപ്പന്നമാണ് എന്ന രീതിയിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഉദാത്ത പദവിക്ക് അവിടെ ഇടിവ് തട്ടിയിട്ട് കലയും സാധാരണ രീതിയിലുള്ള മറ്റുള്ള വസ്തുക്കൾ പോലെ ഒരു ഉൽപ്പന്നം തന്നെയാണെന്ന് വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നു. ഇനി അദ്ദേഹം മറ്റൊരു വീക്ഷണം, അതായത് ഇപ്പോൾ കലയും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കല ഒരു ഉൽപ്പന്നമാണെന്ന് പറയുന്ന ഒരു സാങ്കേതികത അദ്ദേഹം പറഞ്ഞു വെച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്ര വീക്ഷണം ഇങ്ങനെയാണ്, ആപത്തിൻ്റെ കാലത്ത് മനസ്സിലൂടെ മിന്നിമറയുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രജ്ഞാനം. അപ്പോൾ രണ്ടാമതൊരു സംഗതി, കല ഉൽപ്പന്നമാണെന്ന് പറയുന്ന ഒരു കാര്യം അവിടെയുണ്ട്. അതുകൂടാതെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റൊരു കാര്യം ഓർത്തു വയ്ക്കണം, ചരിത്രപരമായ വീക്ഷണം. അദ്ദേഹത്തിൻ്റെ ചരിത്ര വീക്ഷണം അല്ലെങ്കിൽ ചരിത്രജ്ഞാനത്തിനെ അദ്ദേഹം എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ആപത്തിൻ്റെ കാലത്ത് മനസ്സിലൂടെ മിന്നിമറയുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രജ്ഞാനമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ശത്രു വിജയിക്കുകയാണെങ്കിൽ മരിച്ചവർക്ക് പോലും അവനവനിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല എന്നും അവൻ്റെ വിജയങ്ങൾക്ക് അറുതി വന്നിട്ടില്ലെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ചരിത്രകാരന് മാത്രമേ ചരിത്രത്തിൻ്റെ ചാരം മൂടിക്കിടക്കുന്ന പ്രതീക്ഷകളുടെ കനലുകളെ വിപ്ലവ ജ്വാലയായി ഊതിക്കത്തിക്കാനാവൂ. അപ്പോൾ വിപ്ലവ ജ്വാലയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. വിപ്ലവ ജ്വാലകൾ ഇപ്പോൾ കനലുകൾ ചാരം മൂടി കിടക്കുകയാണ്. അപ്പോൾ അതിനെ ഊതിക്കത്തിക്കണമെങ്കിൽ അവൻ ശത്രു വിജയിക്കുകയാണെങ്കിൽ മരിച്ചവർക്ക് പോലും അവനിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ അവൻ്റെ വിജയങ്ങൾക്ക് അറുതി വരുന്നിട്ടില്ല എന്ന് വിശ്വസിച്ചിട്ട് വീണ്ടും ആ പറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ വീണ്ടും പൊരുതുന്നതിലൂടെ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ചാരം മൂടി കിടക്കുന്ന പ്രതീക്ഷകളെ വിപ്ലവ ജ്വാലകളാക്കി മാറ്റാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് ബന്ധപ്പെട്ട്. ഒന്ന്, കലയും ഒരു
ഉൽപ്പന്നമാണെന്ന സങ്കല്പവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രജ്ഞാനവും പ്രധാനപ്പെട്ട കാര്യമാണ്. വാൾട്ടർ ബെഞ്ചമിൻ്റെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ കാര്യവും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വയ്ക്കാം. ദി ഓഥർ ആസ് പ്രൊഡ്യൂസർ എന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഇനി രണ്ടാമത് പറയാൻ പറ്റുന്ന ഒരാൾ ഈ പറഞ്ഞിരിക്കുന്ന ബെഞ്ചമിൻ്റെ ശിഷ്യനായിരുന്ന തിയോഡർ അഡോണയാണ്. അദ്ദേഹം സാമൂഹ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ തിയറിയുടെ പ്രധാനപ്പെട്ട വക്താവെന്നറിയപ്പെടുന്നുണ്ട്. ഇനി നേരത്തെ ബെഞ്ചമിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കല ഒരു ഉൽപ്പാദക വസ്തുവാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആ പറഞ്ഞിരിക്കുന്ന ബെഞ്ചമിൻ്റെ ഭാഗത്തിന് അനുബന്ധമായിട്ട് തിയോഡർ അഡോണ പറയുന്നത് കല ഉൽപ്പന്നമാണെന്ന് മാത്രമല്ല, കല ഒരു കച്ചവട വസ്തു കൂടെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത, പുസ്തകം എന്നുള്ളത് ഒരു കലയാണ്, ശരിയാണ്. പക്ഷെ നമുക്കറിയാം പുസ്തകത്തെ നമുക്ക് കടയിൽ ചെന്ന് വാങ്ങണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് അതൊരു കച്ചവട വസ്തു കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കലയും കച്ചവടവും തമ്മിലുള്ള ബന്ധമാണ് അഡോണ പറയുന്നത്. കല ഉൽപ്പാദന വസ്തുവാണെന്ന് ബെഞ്ചമിൻ പറഞ്ഞു, അതുപോലെ തന്നെ കല കച്ചവട വസ്തുവാണെന്ന് കൂട്ടിച്ചേർത്തു തിയോഡർ അഡോണ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കലയും കമ്പോളവും തമ്മിൽ അനിവാര്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഫിലോസഫി ഓഫ് ന്യൂ മ്യൂസിക് എന്നുള്ള ഒരു പുസ്തകം, അതുപോലെ തന്നെ ഡയലക്ട്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന മറ്റൊരു പുസ്തകം, പിന്നെ എസ്തറ്റിക് തിയറി എന്നറിയപ്പെടുന്ന മറ്റൊരു പുസ്തകം. 3 പുസ്തകങ്ങൾ ഇവിടെ ഓർത്തു വയ്ക്കണം. ഇനി അദ്ദേഹം പറയുന്നു സംഗീതത്തെ മുതലാളിത്തം, ഇപ്പോൾ സംഗീതത്തെ നമുക്ക് ഉദാത്തമായ കലാസൃഷ്ടി എന്നതിലുപരിയായിട്ട് മുതലാളിത്തം, അവരുടെ കൺസ്യൂമർ, അവിടുത്തെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്ന, അവരുടെ ഉൽപ്പാദന വസ്തുക്കൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ സംഗീതം ഉപയോഗിക്കുന്നു. അങ്ങനെ സംഗീതം ഉപയോഗിക്കുന്ന സമയത്ത് സംഗീതത്തെ വികൃതമാക്കുകയും അശ്ലീലമാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ സംഗീതം ഉൾപ്പെടുന്ന റേഡിയോ, ടെലിവിഷൻ, ചലച്ചിത്രങ്ങൾ മുതലായ മാധ്യമങ്ങളിൽ മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ഭാഗമായി സംഗീതത്തെ മറ്റ് കലാവസ്തുക്കളെയും മാറ്റിയെടുക്കുന്നു എന്ന് അദ്ദേഹം വിമർശനാത്മകമായി പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സങ്കല്പം, അതായത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത കൂടെ വെളിവാകുന്ന പല സന്ദർഭങ്ങളും നമുക്ക് ഈ പറഞ്ഞ കൃതികൾ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു, ഫിലോസഫി ഓഫ് ന്യൂ മ്യൂസിക്, ഡയലക്ട്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, എസ്തറ്റിക് തിയറി, ഇതൊക്കെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. ഇനി അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ്. അദ്ദേഹം കൂട്ടമരണങ്ങൾ, യുദ്ധങ്ങൾ, കെടുതികൾ, അധികാരപ്രയോഗങ്ങൾ, മനുഷ്യ മനസ്സിൻ്റെ വേദനകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മാർക്സിയൻ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാസിസത്തിന് എതിരെയായിട്ട്, ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർക്കെതിരെയായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇനി അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഹിറ്റ്ലറിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അനുസ്മരിച്ച് അദ്ദേഹം പറഞ്ഞു, ഓഫ് വിറ്റസിന് ശേഷം ലോകത്തിന് കവിത സാധ്യമല്ല എന്ന രീതിയിൽ വളരെ ശക്തമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഈ കൂട്ടക്കുരുതികളെയും കോൺസെൻട്രേഷൻ ക്യാമ്പിനെയും ഒക്കെ അതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാദമുണ്ട്, ഏതൊരു കലാസൃഷ്ടിയും ചെയ്യാതെ അല്ലെങ്കിൽ നടക്കാതെ പോയ ഒരു കുറ്റകൃത്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായൊരു വാചകമാണത്. ഏതൊരു കലാസൃഷ്ടിയും ചെയ്യാതെ അല്ലെങ്കിൽ നടക്കാതെ പോയ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ കലാസൃഷ്ടിയുടെ സവിശേഷത പറ്റിയും അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇനി ഇതിൽ മറ്റൊരു തത്വചിന്തകനായ ഹോക്കിമറിൻ്റെ സംഭാവനയെ പറ്റി പറയാം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ് ട്രഡീഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിയറി. അപ്പോൾ വാൾട്ടർ ബെഞ്ചമിൻ്റെ പ്രശസ്തമായ കൃതി എന്ന് വെച്ചാൽ ദി ഓഥർ ആസ് പ്രൊഡ്യൂസറാണ്. അഡോണയുടെ കൃതി എന്നുള്ളത് ഫിലോസഫി ഓഫ് ന്യൂ മ്യൂസിക്, ഡയലക്ട്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, എസ്തറ്റിക് തിയറി, പിന്നെ അതുപോലെ തന്നെ ഹോക്കിമറിൻ്റെ തിയറി എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിയറി. അപ്പോൾ ഹോക്കിമറിൻ്റെ പ്രത്യേകത, ഹോക്കിമറും തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അവരുടെ വിമോചനത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് മാർക്സിയൻ നിരൂപണ പദ്ധതി അനുസരിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന തൊഴിലാളി വർഗത്തിന് വർഗസമരത്തിലൂടെ മേൽപ്പുരയിൽ കയറുന്ന കാര്യം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും അദ്ദേഹം വിമർശനമായി ആ പറഞ്ഞിരിക്കുന്ന സമൂഹത്തിൻ്റെ അടിത്തറയിൽ കാണപ്പെടുന്ന തൊഴിലാളി വർഗത്തിന് വിമർശകരമായി അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അതായത് വിമർശന ചിന്തയ്ക്ക് തൊഴിലാളി വർഗം സ്വയം വിമർശനത്തിന് തയ്യാറാവണം. അങ്ങനെ സ്വയം വിമർശനത്തിലൂടെ തൊഴിലാളി വർഗത്തിന് യഥാർത്ഥ സാമൂഹിക വിപ്ലവത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവായി നമ്മൾ സംസാരിച്ച ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തനായ വ്യക്തികൾ വാൾട്ടർ ബെഞ്ചമിൻ, തിയോഡർ അഡോണ, ഹോക്കിമർ, ഹാബർമാസ് മുതലായവരാണ്. ഇനി വാൾട്ടർ ബെഞ്ചമിൻ്റെ അഭിപ്രായത്തിൽ പ്രസക്തമായ പോയിന്റ് എന്ന് വെച്ചാൽ അതിനകത്ത് കലയെന്നുള്ളത് ഒരു ഉൽപ്പാദന വസ്തുവാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചരിത്രജ്ഞാനത്തെ പറ്റിയുള്ള സങ്കല്പം. അഡോണോയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് കലയും കച്ചവടവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വെളിവാകുന്ന സന്ദർഭങ്ങൾ പറയണം. ഇനി ഹോക്കിമറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തൊഴിലാളി വർഗ വിമോചനം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെങ്കിലും അദ്ദേഹം
തൊഴിലാളി വർഗത്തെ വിമർശനാത്മകമായി ചിത്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് പറയുന്ന ഗ്രന്ഥങ്ങൾ ദി ആദറസ് പ്രൊഡ്യൂസർ എന്ന വാൾട്ടർ ബെഞ്ചമിൻ്റെ ഗ്രന്ഥമാണ്, ഫിലോസഫി ഓഫ് ന്യൂ മ്യൂസിക് എന്നും ഡയലക്ട്സ് ആൻഡ് എൻലൈറ്റ്മെൻറ്റ് എന്നും എസ്തറ്റിക് തിയറി എന്നും പറയുന്ന അഡോണോയുടെ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഹൊക്കിമറിൻ്റെത് ട്രഡീഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിയറി എന്ന ഗ്രന്ഥമാണ്.